ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമാ ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന സിനിമയാണല്ലോ പൃഥ്വിരാജ് നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം. കാപ്പിക്ക് ശേഷം ഒരു വർഷത്തിനു ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ പൃഥ്വിരാജിന്റെ സിനിമ എന്നൊരു പ്രത്യേകതയുള്ള സിനിമ മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ബുക്കിംഗ് ട്രെൻഡ് നോക്കുക ണെങ്കിൽ തന്നെ മികച്ചൊരു ട്രെൻഡ് സിനിമയ്ക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മണിക്കൂറിൽ 3000-ലധികം ടിക്കറ്റ് വിൽപ്പന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിലെ രാഗം പോലുള്ള തിയേറ്ററിലെല്ലാം തന്നെ മികച്ചൊരു ബുക്കിംഗും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മലയാളം സിനിമയുടെ പ്രധാനപ്പെട്ട കളക്ഷൻ വരുന്ന മേഖലയായ കൊച്ചി മേഖലയിൽ സിനിമയ്ക്ക് ഇനിയും കൂടുതൽ സ്ക്രീനുകളിലെ വ്യാപകമായിട്ട് ബുക്കിംഗ് ഒന്നും തന്നെ ആരംഭിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ തന്നെ 3000-ലധികം ടിക്കറ്റ് വിൽപ്പന സിനിമയുടെ പേരിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു മികച്ച തുടക്കം തന്നെയാണ്. ഇന്നും നാളെയും എല്ലാം തന്നെ കൊച്ചിയിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെടുമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന മലയാളം സിനിമയുടെ ആടുജീവിതം നേരത്തെ മാറിക്കഴിഞ്ഞതാണ്. അതിപ്പോഴത്തെ 2 ലക്ഷം ഇൻട്രസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് 1,94,000-ൽ പരമാണ്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ 2 ലക്ഷമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സിനിമയുടെ പ്രീസെയിൽ ഉൾപ്പെടെയുള്ള കണക്കുകൾ ഇന്ന് വൈകിട്ടോടെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ആടുജീവിതം എന്ന സിനിമയുടെ നാളുകളാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്. ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് മുന്നേ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഇപ്പോഴത്തെ തരംഗം ഏകദേശം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു വമ്പൻ റെക്കോർഡ് അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ 200 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് പുതിയ റെക്കോർഡൊന്നും തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, തമിഴ്നാട്ടിൽ കർണാടകത്തിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ എന്നീ റെക്കോർഡുകൾ സിനിമ നേടിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ ആ റെക്കോർഡുകൾക്ക് പുറമെ മറ്റൊരു റെക്കോർഡ് കൂടി സിനിമ ഇന്നത്തോടെ നേടിയെടുത്തിരിക്കുകയാണ്. ഓവർസീസിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 ഫൈനൽ ഓവർസീസ് കളക്ഷൻ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് തകർത്തെറിഞ്ഞിരിക്കുകയാണ്. $8.26 മില്യൺ ആയിരുന്നു 2018 ഫൈനൽ ഓവർസീസ് കളക്ഷൻ എങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴത്തെ $8.30 മില്യൺ ഓവർസീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. നിലവിൽ മഞ്ഞുമൽ ബോയ്സ് 2018 ലൂസിഫർ എന്നിങ്ങനെ പോകുന്നു ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടിക. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ അപ്ഡേറ്റുകൾ കേട്ട.